ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ഹിന്ദി പടത്തിനെ കുറിച്ചാണ്. പടം എടുത്തത് 150 കോടിക്ക്, കിട്ടിയത് 37 കോടി. എനിക്ക് അപ്പോഴേ തോന്നി എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. എടാ മണ്ട, ഞാനടാ ഈ സിനിമയിലെ നായിക. അപ്പൊ പടം പൊട്ടി തെറിക്കാണ്ടിരിക്കോ? ഈ പ്രാവശ്യം നാശനഷ്ടമൊക്കെ കുറവാണല്ലോ. പടം തുടങ്ങുന്ന ഒരു ഡോക്ടറെ കാട്ടിട്ടാണ്. മൂപ്പര് ഒരു അനാഥനാണ്. പിന്നെ ഇങ്ങേർക്ക് സ്വന്തമായിട്ട് ഒരു അനാഥാലയം ഉണ്ട്. അവിടെ ഒരു 2 സെറ്റ് ഇരട്ട കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങേര് ആ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അല്ല, ഇയാൾക്ക് എല്ലാ പടത്തിലും തന്നെയാണോ പരിപാടി? ഒരു സുഖം, ഒരു മനസുഖം. ഇങ്ങനെ എന്തിനാ ഈ പ്രാവശ്യം പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രക്തബന്ധം വേണ്ട ഒരാൾക്ക് ഒരാൾ സഹോദരനായിട്ട് കണ്ടിട്ട് സ്നേഹിക്കാനെന്ന് ലോകത്തിനോട് മൊത്തം തെളിയിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്തേ പോലും. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കൽ. അത് കഴിഞ്ഞിട്ട് ആ 2 സെറ്റ് പിള്ളേരെ 2 കപ്പിൾസ് വന്നിട്ട് അവര് ദത്തെടുക്കും. അതിലൊരാൾക്കാർ ഭയങ്കര റിച്ചാണ്, ഒരാൾക്കാർ സർക്കസ് നടത്തുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു ദിവസം സർക്കസ് നടക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ് താഴെ വീണിട്ട് ഒരു ലൈൻ കമ്പി തെറിച്ചിട്ട് ആ പിള്ളേരുടെ അടുത്തേക്ക് പോവും. അപ്പൊ അവനത് കയറി പിടിക്കും. പക്ഷെ അവന് ഷോക്ക് അടിക്കില്ല. അവൻ പിടിച്ചതിന്റെ പവറിലെ ട്രാൻസ്ഫോമർ കത്തിപ്പോവും. പിന്നെ ഇവന് ഈ കറണ്ട് കമ്പി പിടിച്ച സമയത്ത് എവിടെയോ കിടക്കണവന്റെ ട്വിൻ ബ്രദറിന് ഷോക്ക് അടിക്കും. एक रॉय पर लगने वाली इलेक्ट्रिक करंट का असर दूसरे रॉय पर दिख रहा है. ऐसे कैसे हो सकता है? കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇവന്മാരെ കാണാനായിട്ട് ഒരേപോലെ കാരണം നമുക്കൊരു പേരിടാം. ഈ ഷോക്ക് അടിക്കാത്തവനെ ഷോക്ക് അണ്ണാന്ന് വിളിക്കാം, ഷോക്ക് അടിക്കണവനെ നമുക്ക് കറണ്ട് അണ്ണാന്ന് വിളിക്കാം. നല്ല പേര്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പീക്കിരി ഷോക്ക് അണ്ണൻ വലുതായിട്ട് വലിയ ഷോക്ക് അണ്ണനാവും. ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. കരണ്ട തൊട്ട സാധാരണ മനുഷ്യനെ ഷാക്കടിക്കും, എന്നെ തൊട്ട കരണ്ടിക്ക് ഷാക്കടിക്കും. ഇയാളെന്താ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നാ? പിന്നെ നമ്മുടെ ഷോക്ക് അണ്ണന് ഇവിടെ കറണ്ട് കമ്പി പിടിക്കുന്ന സമയത്ത് മറ്റേ ട്വിൻ ബ്രദറിന് അവിടെ ഷോക്ക് അടിക്കും. കോമാളിത്തരത്തിന്റെ പീക്കാണ്. പിന്നെ നമ്മുടെ ഷോക്കണ്ണന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഷോക്കണ്ണന് പിള്ളേരില്ല കൈസ്. അതുകൊണ്ട് മൂപ്പര് അസ്വസ്ഥനാണ്. പിന്നീട് എനിക്ക് ഷോക്ക് അടിച്ച് ചാവാനായിട്ട് പ്രാന്തല്ല. ഷോക്ക് വന്നേലെ വീണാലേ വന്ന് ഷോക്ക് വീണാൻ കേടലിക്കുക. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ജീവിതം അങ്ങനെയാണ്. നീ ധൈര്യമായിട്ടിരിക്കണം, എല്ലാം ശരിയാവുമായിരിക്കല്ലേ ഹോസ്പിറ്റൽ? പിന്നല്ലാണ്ട. പിന്നെ നമ്മുടെ മറ്റേ കറണ്ട് അണ്ണന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അവളായിട്ട് ഇങ്ങനെ വൈബ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് അവളുടെ തന്ത വരും. അപ്പൊ നമ്മുടെ ഷോക്ക് അണ്ണൻ ആ കറണ്ട് കമ്പിയുമ്പോ പിടിച്ച കാരണം നമ്മുടെ കറണ്ട് അണ്ണന് ഷോക്ക് അടിക്കും. മനസ്സിലാവേ ഇല്ല. മികച്ച നടനുള്ള അവാർഡ്. അയ്യോ, അതൊന്നും വേണ്ട. എനിക്ക് പാടാൻ. പിന്നെ ഇവളുടെ തന്ത കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പൊ അയാളുടെ ഡ്രൈവർ കാറിന്റെ ഡോർ അടയ്ക്കും. അപ്പൊ അയാളുടെ വിരല് പെടും. എന്നിട്ട് അയാള് കുറെ നേരം എന്തിട്ടാണ്ടൊക്കെ കാണിക്കും. കുറെ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് കോമഡിയാണ് ഇവര് ഉദ്ദേശിച്ചതെന്ന്. പിന്നെ ഒരു വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് കല്യാണത്തിന്റെ കാര്യമൊക്കെ സംസാരിച്ച് ഫിക്സ് ചെയ്യും. ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവളുടെ തന്തയുടെ വടി പോയിട്ട് ആ ഡ്രൈവറിന്റെ ബോൾസിൽ കൊണ്ട് തട്ടും. അയ്യോ, കോമഡി. ഇവന്റെ കോമഡി പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു, മിണ്ടരുത്. പിന്നെ ഇവളുടെ തന്ത ഇവന് ഞാൻ ഏതോ സർക്കസിൽ വെച്ച് കണ്ട പോലെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അവനെ കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് ഡ്രൈവറിനോട് പറയും. നല്ലതാ, അവൻ വല്ല മൂകാംബിക യൂണിവേഴ്സ് ആണെങ്കിൽ പണി പാടും. നല്ലതാ. ഈ സമയത്ത് നമ്മുടെ കറണ്ട് അണ്ണൻ ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് ഊട്ടിക്ക് ട്രെയിനിന് അനിയനും കൂട്ടി പോവും. പിന്നെ അങ്ങോട്ട് കക്കൂസ കഴിയുന്ന ബ്രഷിന്റെ പോലത്തെ ഉള്ള ഒരു വിഗും വെച്ചിട്ട് ഒരു അപരാധം അങ്ങോട്ട് വരും. എന്നിട്ട് നമ്മുടെ അണ്ണന്റെ ബാഗ് അടിച്ചു മാറ്റാൻ നോക്കും. അപ്പൊ അണ്ണന് ഷോക്ക് അടിക്കും. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? അത് കഴിഞ്ഞിട്ട് ഇവന്മാര് ഊട്ടിയിലെത്തും. ഈ ഊട്ടിയിൽ തന്നെയാണ് മറ്റേ ഷോക്ക് അണ്ണനും ഉള്ളത്. എന്നിട്ട് അവിടെയുള്ള ഒരു ടാക്സിക്കാരനെ വിളിക്കും. നമ്മുടെ ഷോക്ക് അണ്ണന്റെ അതേ മുഖമുള്ള ഇവനെ കണ്ടിട്ട് ഇയാൾക്ക് ഒന്നും തോന്നില്ല. അതിനെ കുറിച്ച് ഒന്നും ഇങ്ങനെ ചോക്കില്ല. അത് കഴിഞ്ഞിട്ട് ഇവന്മാര് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് റൂം എടുക്കും. എന്നിട്ട് രാത്രി ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് ഒരു ഡാൻസ് ബാറിക്ക് ഇവര് പോവും. ഇവന്മാര് ഊട്ടിയിലെ ഡാൻസ് ബാർ എങ്ങനെ കാട്ടിയേക്കണേന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അവിടുത്തെ ഡാൻസാണ് ഭരതനാട്യം.
അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഷോക്കണ്ണന്റെ അമ്മ വന്നിട്ട് ആള് മാറിയിട്ട് നമ്മുടെ കരണ്ട് അണ്ണനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചിട്ട് ഷോക്കണ്ണന്റെ ഫോട്ടോ കരണ്ട് അണ്ണൻ കാണും. എന്നിട്ട് ആ വീട്ടിലേക്ക് അന്ന് ട്രെയിനിൽ വെച്ച് കള്ളന്മാർ അങ്ങോട്ട് വന്നിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കും. അടിച്ചു അറിഞ്ഞില്ല. ഇപ്പൊ ചെറുതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇയാൾ എന്തിനാ കരയുന്നത്? ഈ സമയത്ത് നമ്മുടെ മറ്റേ ഷോക്കണ്ണന് ഒരു മീറ്റർ തുറന്നിട്ട് കറണ്ടിനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ മറ്റവന് ഷോക്ക് അടിക്കും. നിനക്ക് പ്രാന്താണ് വേടാ പന്നി. അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം. ആക്ടിങ് ഈസ് വാട്ട് റിയാക്ടിങ്. ഇറ്റ് ഈസ് ബിഹേവിംഗ്. പുള്ളി റിയൽ ലൈഫിൽ കാണിക്കുന്ന കോമാളിത്തരത്തിന്റെ 10 ഇരട്ടി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ തള്ള തോക്കും കൊണ്ടുവന്നിട്ട് തള്ള എൻപവർമെന്റ് എന്താന്ന് കാട്ടി കൊടുക്കും അവിടെയുള്ള ഗുണ്ടകൾക്ക്. നിനക്ക് ഇത്രേ ഉള്ളൂ ചേച്ചി. വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ല് പാകച്ചിട്ടുണ്ടാക്കിയതേ. പിന്നെ ഗുണ്ട ഓടിപ്പോയിട്ട് ആളുടെ ബോസിനെ കാണും. എന്നിട്ട് മോർണിംഗ് റിവെഞ്ച് ചെയ്യാനായിട്ട് വരും. എന്നിട്ട് നമ്മുടെ കറണ്ട് അണ്ണനാന്ന് വിചാരിച്ച് നമ്മുടെ ഷോക്കണ്ണന്റെ മുന്നിൽ പെടും. എന്നിട്ട് റിവെഞ്ച് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഷോക്കണ്ണൻ അവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. പിന്നെ നമ്മുടെ കരണ്ട് അണ്ണന്റെ പെണ്ണിന്റെ തന്ത നമ്മുടെ കരണ്ട് അണ്ണനെ അന്വേഷിച്ച് അങ്ങോട്ട് വരും. എന്നിട്ട് ആള് മാറിയിട്ട് നമ്മുടെ ഷോക്കണ്ണനെ കാണും. എന്നിട്ട് ഇവര് തല്ലാവും. അതിന്റെ ഇടയിൽ എന്തിട്ടാണ്ടൊക്കെ ഒരു കോപ്രായം കാണിക്കും. ആ ഡ്രൈവർ എന്തിട്ടാണ്ടൊക്കെ കിടന്ന് കാണിക്കും. ഈ പുര കത്തുമ്പോ വാഴ വെട്ടന്മാര് ഈ ഡ്രൈവർ ഈ മുട്ടൻ തല്ല് നടക്കുന്ന സമയത്ത് പിയാനോ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ശരിക്കലത്തെ നമ്മുടെ കരണ്ട് അണ്ണൻ അങ്ങോട്ട് വരും. എന്നിട്ട് ഇവര് വീണ്ടും തല്ലാവും. എന്നിട്ട് വീണ്ടും അവിടെ കിടന്ന് ഓരോ കോപ്രായങ്ങൾ ഇവര് ഇരുന്ന് കാണിക്കും. പിന്നെ നമ്മുടെ കരണ്ട് അണ്ണൻ ടാക്സി വിളിച്ചിട്ട് എന്റെ മുകളിലുള്ള ആളുടെ അടുത്തേക്ക് പോവാനായിട്ട് ആ ടാക്സിക്കാരനോട് പറയും. അപ്പൊ അയാൾക്ക് അത് ആരാണെന്ന് അറിയില്ല പോലും. ഏതാ വണ്ടിക്കാരൻ? നിനക്കതൊക്കെ എങ്ങനെയാടാവുക സാധിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഇവര് അവസാനം ആ സർക്കസ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് ഇവരെല്ലാവരും കൂടി കാണും. നിന്റെ ചേട്ടൻ പ്രേം. പിന്നെ അങ്ങോട്ട് ആ ഡോക്ടർ വന്നിട്ട് എടാ ഞാൻ ഓർഫനേജ് വെച്ചിട്ട് ജസ്റ്റ് ടൈം പാസിന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാന്ന് ഇവരോട് പറയും. അതർ സൈഡ് പരിപാടി എന്താ മറ്റടുത്ത പരിപാടി. ഈ ദുരന്തം ഡോക്ടർ കാരനാണ് ഈ ദുരന്തമൊക്കെ നമുക്ക് സഹിക്കേണ്ടി വന്നേ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഒറ്റമൂലി പറഞ്ഞു തരട്ടെ. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. പിന്നെ ഇവരെല്ലാവരും സെറ്റ് ആവും. പിന്നെ നമ്മുടെ ഷോക്ക് അണ്ണൻ ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ പടം കഴിഞ്ഞല്ലോ എന്നൊക്കെ വെച്ച് ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാൻപരാഗ സ്റ്റാറിന്റെ ഒരു പഴയ സിനിമയിലെ റെഫറൻസ് കാട്ടിയിട്ട് ഇനി ആ പടവും ഈ പടം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പടം വരാൻ പോവാന്ന് പറഞ്ഞിട്ട് ഈ പടം കഴിയും. ഒരുപാട് മലയാള സിനിമകളിലും മറ്റ് ഇന്ത്യൻ ഭാഷാ ചിത്രങ്ങളെ ചെയ്യുന്ന പോലെ ഇതിനുമുണ്ട് രണ്ടാം ഭാഗം വരാർ. ദീപാവലിക്ക് ഓർവേൻ.